ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ രാജ്മ കറിയും അതുപോലെ തന്നെ ഒരു രാജ്മ റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെയധികം പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പൊ അതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് രാജ്മ ഞാനിവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റെഡ് കിഡ്നി ബീൻസ് ആണ്. അപ്പൊ അത് ഞാൻ വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 7-8 മണിക്കൂർ വെച്ചാലും മതി. ഞാനിതിപ്പോ രാത്രിയാണ് കുതിർക്കാൻ വെക്കുന്നത്. എന്നിട്ട് അതൊരു കുക്കറിലിട്ട് 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഓരോ കുക്കറിന്റെ സൈസ് അനുസരിച്ച് വിസിൽ വ്യത്യാസം വരും. എന്നിട്ട് ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ അഥവാ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സവോള കൊത്തി അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവോള ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന 1 കപ്പ് രാജ്മ ചേർക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ റൈസ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് രാജ്മയും കൂടെ ഒന്ന് നന്നായിട്ട് അതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്പിനച്ച് ആണ്. 1 കപ്പ് സ്പിനച്ച് അരിഞ്ഞതാണ്. പാലക് ചീര, നിങ്ങളുടെ സാധാ ചീര വേണമെങ്കിൽ എടുക്കാം. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ന്യൂട്രീഷ്യസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ചീരയും കൂടെ ചേർത്തേക്കുന്നത്. അതെല്ലാം കൂടെ ചീര ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ ഞാനിപ്പോ ഇപ്പൊ ഇട്ട സാധനങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. റൈസ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചീര ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരുന്ന ബസ്മതി റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1.5 കപ്പ് ബസ്മതി റൈസ് വേവിച്ചതാണ്. അത് ഞാൻ ഉപ്പിട്ട് തന്നെ വേവിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഈ റൈസും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു റൈസാണ്. നമ്മൾ പ്ലെയിൻ റൈസ് കൊടുക്കുന്നതിനേക്കാളും ഈ രാജ്മയും അതിന്റെ കൂടെ തന്നെ സവോളയാണേലും അതുപോലെ സ്പീനാച്ച് എല്ലാം കൂടെ ചേരുമ്പോൾ പ്രോട്ടീനും ഫൈബറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു റൈസാണ്. അപ്പം ഞാൻ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കി കഴിപ്പിക്കാറുണ്ട്. വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. രാജ്മ ചേർത്തിട്ടുള്ള റൈസിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ എനിക്കത് വളരെ ടേസ്റ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇവിടെ കുട്ടികളാണേലും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഈ റൈസ് കഴിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ലുക്ക് അല്ലേ? അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് രാജ്മ കറി പ്രിപ്പയർ ചെയ്യണം. ഒരു പാൻ ചൂടായപ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് സ്പൈസസും കൂടെ ചേർത്തേക്കുവാണ്. അതിനകത്ത് പെരിഞ്ജീരകവും പട്ടയും ഏലക്കയും ഒക്കെ ഉണ്ട്. അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. 2-3 പച്ചമുളകും സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പൊ നമ്മുടെ സവോള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കൂട്ടത്തില് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന്റെ പച്ചമണം ഇപ്പൊ മാറി വന്നപ്പോൾ അതിലേക്ക് 3 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്ത് അതിന്റെ പ്യൂരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പക്ഷെ നമ്മൾ കഷ്ണങ്ങളായിട്ട് ടൊമാറ്റോ ചേർത്ത് വഴറ്റിയെടുക്കുന്നതിനേക്കാളും ഈസിയാണ് ഇപ്പൊ ഇങ്ങനെ പ്യൂരി ഉണ്ടാക്കി നമ്മളത് വഴറ്റിയെടുക്കുമ്പോൾ അത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന ഒരു പാകമാകുമ്പോഴേക്കും നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന രാജ്മ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ രാജ്മ കുക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാജ്മ ഞാൻ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ.
എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് രാജ്മ കുറച്ച് തിക്കായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ കടലമാവ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധം ഇട്ടില്ല കേട്ടോ, ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് ഗ്രേവി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ആ കടലമാവ് കൂടെ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ രാജ്മ കുറച്ച് ഉടച്ച് ചേർത്താലും മതി ഇതിലേക്ക്. അപ്പൊ ഞാൻ ആ കടലമാവിന്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കറി പെട്ടെന്ന് അങ്ങ് തിക്കാവുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടില്ലേ, കണ്ടപ്പോൾ മനസ്സിലായില്ലേ, പെട്ടെന്ന് അതങ്ങ് തിക്കായി. അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവി എത്ര ലൂസ് ആയിരിക്കണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക. ഇപ്പൊ നമ്മുടെ കറി നല്ല ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കസൂരി മേത്തി, ഇത് നമ്മുടെ ഉലുവേല ഉണങ്ങിയതാണ്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അത് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഞെരടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മല്ലിയിലയാണ് അവസാനം ഒന്ന് തൂക്കി കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ഇടുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആണ്, കസൂരി മേത്തിയും മല്ലിയിലയും ഒക്കെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പല രീതിയിൽ രാജ്മ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിപ്പറേഷൻ ആണിത്. ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അവസാനം ഞാൻ കുറച്ച് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള രാജ്മയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റൈസ് ഞാനിവിടെ ഒരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് രാജ്മയും കൂടെ ഇനി നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആണ് ഈ കറിക്കും ഈ റൈസിനും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ട്രാവൽ വീഡിയോസും ധാരാളം ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.